അതിന്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് ഇതിനകത്തുണ്ട്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് അക്ഷയുടെ അടുത്ത് ചോദിച്ചിട്ട് അതിനുശേഷം മാത്രമേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന മാക്സ് കെയർ വീഡിയോസിലാണ്. അപ്പോൾ ഇന്ന് കുറേ പുതിയ ഐറ്റംസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുവരെ വീഡിയോസിൽ കാണിക്കാത്ത കുറേ സ്റ്റോക്ക് വന്നിരിപ്പുണ്ട്. അതിൽ സബ്വൂഫേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കമൺ സ്പീക്കേഴ്സ് ഉണ്ട്, പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് ഇതിനകത്തുണ്ട്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് അക്ഷയുടെ അടുത്ത് ചോദിച്ചിട്ട് അതിനുശേഷം മാത്രമേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അക്ഷയ്, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു ഗിവ് അവേ കൊടുക്കാന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക്. അപ്പൊ ഒന്ന് പറയാമോ അതിനെ കുറിച്ചിട്ട്? നമ്മള് ഏകദേശം ഒരു 10,000 രൂപ വെറുത്ത് വരുന്ന ഒരു മോഡൽ, അതായത് DDയുടെ, എല്ലാവർക്കും അറിയാം DD എന്ന് പറയുമ്പോൾ സബ്വൂഫറിനകത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലാണ്. അപ്പൊ അതിന്റെ ഒരു 200 സീരീസിന്റെ ഒരു സബ്വൂഫറാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു മോഡൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഐറ്റം. ഏകദേശം 10,000 രൂപ ഇതിന് MRP ഉണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന ഏകദേശം ഒരു 8 രൂപ സംതിങ് ഐറ്റത്തിന് വിലയുണ്ട്. ഓക്കെ, ഒരു പുതിയ സീരീസ് ആണ്. ഏകദേശം 250 RMS ഈ ഒരു ഐറ്റത്തിന് വരുന്നുണ്ട്. ഡ്യുവൽ കോയിലും ആണ്. ഓക്കെ, അതെ അതെ, ഫ്രഷ് പുതിയ മോഡലാണ്, പുതിയ സീരീസ് ആണ് ഈ വരുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ അക്ഷയ് എങ്ങനെയാ നമ്മള് വീഡിയോയുടെ നമുക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ അവസാനം അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഗിവ് അവേ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ ഗിവ് അവേ നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കാണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാറുള്ളത്, ഇത്ര എമൗണ്ടിന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനൊന്നും അല്ല കേട്ടോ, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഗിവ് അവേ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഈ ഒരു ഗിവ് അവേ ലഭിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് അക്ഷയുടെ അടുത്ത് കുറച്ച് സബ്വൂഫേഴ്സ് എന്ന് പരിചയപ്പെടുത്താൻ പറയാം. അക്ഷയ് ഏതാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്? നിലവിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് തന്നെ തുടങ്ങുക. ഈ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 2000 വാട്ടോളം വരുന്നുണ്ട്. ഏകദേശം ഡ്യുവൽ കോയിലും ആണ്. ഓക്കെ, ഈ ഒരു മോഡൽ വരുന്ന ഡ്യുവൽ കോയിലാണ്. DDയുടെ തന്നെ ഇപ്പൊ ഇതിന്റെ അടുത്തൊരു മോഡലും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 250 വാട്ട് RMS വരുന്ന ഒരു മോഡൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബാസ് ട്യൂബിലും അല്ലെങ്കിൽ ഒരു പഞ്ച് ബോക്സിലൊക്കെ ഒരു അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈസ് സാധനമാണ്. ഏകദേശം ഇതിന്റെ പേപ്പർ കോണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു ബക്കറ്റ് കാര്യങ്ങളെല്ലാം DDന്ന് ബൈൻഡിങ്ങും എല്ലാം വരുന്ന ഒരു മോഡലാണ്. ഓക്കെ, അതും ഡ്യുവൽ കോയിലും കൂടെ ആണ്. അതെ അതെ അതെ, 250 RMSൽ 2000 വാട്ട്സ് PMBOയിൽ വരുന്ന ഒരു മോഡലാണ്. ഓക്കെ, നല്ല ഹാർഡ് പഞ്ചും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു DDയുടെ തന്നെ ബേസ് കാറ്റഗറി. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണല്ലേ? അതെ അതെ. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സീറോ, ഇപ്പം നേരത്തെ കാണാത്ത മോഡൽസിൽ ഗ്രൗണ്ട് സീറോ ഇപ്പം വരുന്നുണ്ട്, അത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പൈനിയന്റെയും പോൾ ഓഡിയോ, JL ഓഡിയോ, ഇങ്ങനെയുള്ള മോഡൽസിന്റെ ഒക്കെ. പിന്നെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ഈ ഒരു ഐറ്റം. ഇത് ഔറയുടെ ഒരു സബ്വൂഫറാണ്. ഔറ എന്ന് പറയുന്ന ഒരു സബ്വൂഫറാണ്. ഏകദേശം ഇത് നമ്മൾ ഔറയുടെ തന്നെ ഏകദേശം 1200 വാട്ട് RMS വരുന്ന ഒരു മോഡലാണ്. ഇത് ഡ്യുവൽ കോയിലും ആണ്. അത് മാത്രമല്ല, സാധാരണ സബ്വൂഫറുകളെല്ലാം, അതായത് ഇപ്പൊ ഈ പറയുന്ന പൈനിയന്റെ 1 to 1 D4 ഒക്കെ വരുമ്പോൾ ഡ്യുവൽ കോയില് D4ലാണ് വരുന്നത്. അതായത് 4 ohmsലാണ് വരുന്നത്. അതായത് ഒരു സൈഡ് കോയില് 4 ohmsലുണ്ടാവും, 2 എണ്ണം പാരലൽ ചെയ്യുമ്പോൾ ഇതിനെ 2 ohmലോട്ട് കൊണ്ടുപോകാം. അപ്പം അതേ പക്ഷം ഈ ഒരു സാധനം വരുന്നത് ഒരു മോണോ ബ്ലോക്കിൽ ഒറ്റ എണ്ണം സിംഗിൾ പീസിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 ohmsലാണ് ഇതിന്റെ സബ്വൂഫർ ലോഡാവുന്നത്. അതായത് ഡ്യുവൽ കോയില് 2 ohmലാണ് വരുന്നത്, D2 എന്ന് പറയും. ഓക്കെ, ഇത് ഒരുവിധപ്പെട്ടവർക്ക് അതിന്റെ കണക്ഷൻസ് പറഞ്ഞവർക്ക് മനസ്സിലാവും. കാരണം കാണുന്ന പല ആൾക്കാരല്ലേ. അപ്പം ഈ ഒരു ഡ്യുവൽ കോയില് 2 ohmല് ലോഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ സീരിയൽ കണക്ഷൻ ചെയ്യുമ്പോൾ ഇത് 1 ohmsലോട്ട് പോകും. അപ്പൊ ഒരു സബ്വൂഫർ 1 ohmsൽ 1200 വാട്ട് RMSനകത്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇത് എടുത്ത് പൊക്കാൻ പറ്റില്ല, മധുരമുണ്ട്. ശരി, അജയ് കുറെ നേരമായിട്ട് അക്ഷയ് ആണെങ്കിൽ ചെറുതായിട്ട് അങ്ങോട്ടും കൂടി ചരിച്ചാണ് എടുക്കുന്നത്, ഫുള്ളായിട്ട് പൊക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 10-20 കിലോളം ഉണ്ടാവും ഈ ഒരു ഐറ്റം. നല്ല കേസിംഗ്, ഇതിന്റെ ബൈൻഡിങ്ങും എല്ലാം ബക്കറ്റും എല്ലാം ബെറ്റർ ക്വാളിറ്റിയിലാണ് വരുന്നത്. നല്ല ഹെവിയാണ്. ഓക്കെ, ഇത് ഏകദേശം ഒരു 1200 വാട്ട് RMS ഞാൻ പറഞ്ഞു. RMS 4000 വാട്ട് PMBO. അതേപക്ഷം ഇത് നമ്മൾ അന്ന് പറഞ്ഞ കണക്ക് RDSന്റെ അന്ന് കണ്ട മോഡലിന്റെ ഏകദേശം ഒരു 600 വാട്ട് RMS വരുന്ന ട്രിപ്പിൾ മാഗ്നറ്റിന്റെ സബ്വൂഫറാ. 3 മാഗ്നറ്റ് വരുന്ന 600 സീരീസിന്റെ ഒരു സബ്വൂഫറാ. അതും ഏകദേശം ഒരു ഡ്യുവൽ കോയില് തന്നെ 4 ohmsലാണ് ലോഡാവുന്നത്. അതായത് 2 എണ്ണം വരുമ്പോൾ 2 ohmsൽ ഒരു സബ്വൂഫർ ലോഡാവും.
RDS ഓഡിയോ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ കുറെ മോഡൽസ് വരുന്നുണ്ടെന്നുള്ള കാര്യം. ഓൾറെഡി ഒരു മോഡൽ വന്നിട്ട് പോയല്ലേ? ഇതിന്റെ തന്നെ 15 ഇഞ്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ ഈ സെയിം സ്പെക്ക്, അതായത് 1200 വാട്ട് RMSനകത്ത് 2 ohm 1 ohmല് വരുന്ന മോഡൽസ്. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും ഇതുവരെയും കാണാത്തൊരു പ്രൊഡക്റ്റ് ആണ് ഗ്രൗണ്ട് സീറോയുടെ സബ്വൂഫർ. ഗ്രൗണ്ട് സീറോയുടെ ബേസിക് മോഡൽസ് അധികം വന്നിട്ടില്ല. ഇത് പക്ഷേ ഒരു ഫസ്റ്റ് എഡിഷൻസ് ആണ്. ഏതാ മോഡൽ നെയിം അല്ലേ? ഇറിഡിയം. അതെ അതെ. ഇത് ഏകദേശം ഒരു 350 RMS ഈ ഒരു ഐറ്റത്തിന് വരുന്നുണ്ട്. സിംഗിൾ കോയിലാണ്, പക്ഷെ ഒരു നൈസ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു മോഡൽ കേട്ടോ. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മള് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മള് പ്രൈസ് ഒന്ന് ചോദിച്ചേ. ഇത് ഏകദേശം 30K വരുന്ന മോഡലാണ്. ഏകദേശം 1200 വാട്ട് RMSന് 30K 30,000 റേഞ്ചിൽ വരുന്നുണ്ട്. അത് തന്നെ അതിന്റെ പല മോഡൽസ് ഉണ്ട്. ഏകദേശം ഒരു 10-12 രൂപ റേഞ്ചിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ മോഡൽസ് ഉണ്ട്. അവരുടെ മോഡൽസ് പിന്നെ അവരുടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ RDS വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 രൂപ 12 രൂപ റേഞ്ചിനകത്ത് വരും ഈ ഒരു മോഡലിന് വരും. ഇത് തന്നെ 2 ടൈപ്പും വരുന്നുണ്ട്. അതായത് റിബ് കോണും വരുന്നുണ്ട്, ഫാറ്റി കോണും വരുന്നുണ്ട്. രണ്ട് മോഡൽസാ. ഓക്കെ, പിന്നെ ഓണം സ്പെഷ്യൽ പ്രൈസ് ആണോ ഇപ്പൊ പറഞ്ഞത് അതോ? അല്ല, ഞാൻ ജസ്റ്റ് ആവറേജ് പറഞ്ഞത്. കാര്യം ഇത് എപ്പോഴും വരുന്ന മോഡൽസ് ഒന്നും അല്ല. സ്പെഷ്യൽ പ്രൈസ് ഇവിടെ വന്ന് ചോദിക്കുന്നവർക്ക്, വീഡിയോ കണ്ടിട്ട് വന്ന് ചോദിക്കുന്നവർക്ക് അത് എല്ലാം സ്പെഷ്യൽ റേറ്റ്. ഇപ്പൊ ഉള്ളതെല്ലാം ഹോൾസെയിൽ റേറ്റ് തന്നെ. DP റേറ്റിലായിരിക്കും. ഓക്കെ, ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രൗണ്ട് സീറോയുടെ ഒരു സബ്വൂഫറാ. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിനകത്തൊരു വാറണ്ടി കാർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ജർമ്മൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എലൈറ്റ് ഇന്റർനാഷണൽ ഇതാണ് ഗ്രൗണ്ട് സീറോയുടെ ഒരു സബ്വൂഫർ. എന്റെ ടോപ്പ് നോക്കെ നല്ലൊരു ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് മാത്രമല്ല നല്ല ഹെവി പഞ്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മളൊരു നോർമൽ സബ്വൂഫർ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 300 to 350 RMSൽ വരുന്ന സബ്വൂഫറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ബെറ്റർ ഓപ്ഷനിലോട്ട് പോകും. അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ടോപ്പ് സാധനം. ഇപ്പോ DD ആയിട്ട് കമ്പയർ ചെയ്യാനും കാര്യങ്ങളിലെല്ലാം പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു ഐറ്റം. ഓക്കെ, ഇത് പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12,000 നിയറസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി പ്രൈമസ് കാര്യങ്ങളൊക്കെ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് സാധനങ്ങൾ. അതെല്ലാം വീണ്ടും വന്നിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അതെല്ലാം മേളിൽ സ്റ്റോക്കിൽ ഇരിപ്പുണ്ട്. കാണാൻ പറ്റും പ്രൈമസ് ഇരിപ്പുണ്ട് ഇൻഫിനിറ്റിയുടെ. അപ്പൊ അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതുണ്ട്. അത് നമ്മൾ വലുതായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. അതെ തന്നെ, JBL, പൈനിയർ, സോണി ഇങ്ങനെയുള്ള മോഡൽസ് എല്ലാം അവൈലബിൾ. വരുന്നവർക്കാണെങ്കിൽ അതെല്ലാം ഇവിടെ അവൈലബിൾ. അതെ, പുതിയ ഐറ്റംസ് ആയതുകൊണ്ട് ഇത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സബ്വൂഫേഴ്സ് ഒക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് എന്താണ് കാണാനുള്ളത്? അടുത്ത നമുക്ക് കമ്പോണന്റ് കോആക്സിയൽ സ്പീക്കേഴ്സ് നിന്ന് തുടങ്ങാം. അതായത് നമ്മൾ ഇത്രയും നേരം നമ്മൾ ബേസിക് കാറ്റഗറി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിന്റെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നോക്കി, ഈ ഒരു സെക്ഷനിൽ നിന്ന് മൊത്തം ബ്രാൻഡഡ് ഐറ്റംസ്. അതായത് MTXന്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, MTXന്റെ തന്നെ കമ്പോണന്റ് കോആക്സിയൽ വരുന്നുണ്ട്, DACTന്റെ കമ്പോണന്റ് കോആക്സിയൽ വരുന്നുണ്ട്. അതേപോലെ JL ഓഡിയോയുടെ പ്രീമിയം മോഡൽസ് അത് വരുന്നുണ്ട്, ESB വരുന്നുണ്ട്, ഹെലിക്സ് വരുന്നുണ്ട്. ഹെലിക്സിന്റെ തന്നെ കമ്പോണന്റ് കോആക്സിയൽ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഓഡിറ്റർ, ഫോക്കലിന്റെ തന്നെ ഓഡിറ്റർ സീരീസ് വരുന്നുണ്ട്. DDയുടെ കമ്പോണന്റ് വരുന്നുണ്ട്, DDയുടെ ഹൈ വേരിയന്റും വരുന്നുണ്ട്, ലോ വേരിയന്റും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹാർമണി നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട്, ഹാർമണിയുടെ മോഡൽസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു എന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സ്പീക്കേഴ്സ് ഒക്കെ പരിചയപ്പെടുത്തണം എന്നുള്ള. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന JBL, പൈനിയർ, സോണി ഇങ്ങനെയുള്ള മോഡൽസ് അല്ലാതെ തന്നെ അതിന്റെ തന്നെ ഒരു ടോപ്പ് വേരിയന്റ് ഇപ്പോ DDയുടെ കമ്പോണന്റ് കോആക്സിയൽ. ഇതൊരു DDയുടെ കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ഉള്ള മോഡലാണ് എങ്കിൽ പോലും ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതൊരു ഹൈ വേരിയന്റ് സ്പീക്കറാണ്. ഏകദേശം ഒരു 16-17 രൂപ റേഞ്ചിനകത്ത് കമ്പോണന്റ് സ്പീക്കറിന് മാത്രം വില വരുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതൊരു ടോപ്പ് വേരിയന്റ്. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു. ഇതിന്റെ തന്നെ ബേസ് കാറ്റഗറി വരുന്നുണ്ട്. അതിന് ഏകദേശം ഒരു 6700 തൊട്ട് 10 രൂപ റേഞ്ചിനകത്ത് വിലയുള്ളൂ DDയുടെ തന്നെ. ഇത് ഒരു ഹെവി സാധനമാണ്. അതായത് ഇതിന്റെ ട്യൂട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കിയേ, ഒരു ഫുൾ റേഞ്ച് ട്യൂട്ടർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. നല്ല വൈഡായിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത്. അതേപോലെ ഇതിനൊരു ക്രോസ് ഓവർ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് എല്ലാത്തിനും ക്രോസ് ഓവർ വരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒക്കെ ബിൽഡ് ക്വാളിറ്റി ഉള്ള മോഡലാണ്. അതായത് വാട്ട്സ് ബേസിൽ കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവറാണ് വരുന്നത്. ഇതാണ് DDയുടെ ഒരു കമ്പോണന്റ് കോആക്സിയൽ വരുന്നത്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല നമ്മൾ പറഞ്ഞത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഇത് ഇച്ചിരി ഇതിന്റെ ബേസിക് വരുന്നുണ്ട് 6700 രൂപ റേഞ്ചിനകത്തൊക്കെ ബേസിക് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള മോഡൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഇരിപ്പുണ്ട്.
ആ മോഡൽസ്. ഓക്കെ, ജസ്റ്റ് അപ്പം ഞാനൊന്നിട്ട് പാക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ അതിന്റെ തന്നെ ഒരു അടുത്ത സ്റ്റെപ്പ് കോആക്സിയൽ സ്പീക്കർ. ഈ DD-യുടെ തന്നെ നമ്മൾ കമ്പോണന്റാ ഇപ്പൊ നേരത്തെ കണ്ടത്. ഇതാണ് ഒരു കോആക്സിയൽ സ്പീക്കർ വരുന്നത്. അതിൻ്റെ ഒരു ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ ഈ ഒരു സ്പീക്കറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഫുൾ റേഞ്ച് സൗണ്ടാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. സാധാ സ്പീക്കേഴ്സിൽ നിന്ന് കിട്ടുന്ന സാധാ ലോ ബേസും ലോ ക്വാളിറ്റിയും അല്ല വരുന്നത്. കുറച്ചും കൂടെ ഒക്കെ ഹൈ റേഞ്ചിൽ ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ ഒരു പ്രൈസ് കാറ്റഗറി എത്ര വരുന്നത്? ഇത് ഏകദേശം ഒരു 3,800-നകത്തേ വരത്തുള്ളൂ. അത് 5 രൂപ MRP ഉണ്ടാവും. 3,800 ആ റേഞ്ചിനകത്ത് ഈ ഒരു കോആക്സിയൽ സ്പീക്കറിന് വിലയുണ്ട്. ഓക്കെ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് വരും. ഇതിപ്പോ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു ഇത് 5 രൂപ ഐറ്റത്തിന് വിലയുണ്ട്. സ്പെഷ്യൽ ഓഫറാണ്. ആ ഒരു ഓഫർ റേറ്റ് ആണ് ഈ പറഞ്ഞ 3,800 അടുപ്പിച്ചിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഏതാണ്? ഈ DD-യുടെ കമ്പോണന്റ് കോആക്സിയൽ ഇപ്പോൾ ഒരു ബേസിക് ആണ്. ഇപ്പൊ ഇതിന്റെ തന്നെ ഒരു അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ, കമ്പോണന്റ് അടുത്തൊരു മോഡൽ ഉണ്ട്. അത് കൂടാതെ വേറെ ബ്രാൻഡ് ഇപ്പൊ കാണിച്ചു തരാം. ഇത് കാർബൺ എന്ന് പറയും. ജെനുവൻ കാർബൺ ആണ്. കാർബൺ എന്ന പേര് മാത്രമല്ല, ഐറ്റവും കാർബൺ ആണ്. ഓക്കെ, ഇത് കാർബൺ 165ന്റെ സീരീസിൽ പെട്ട ഒരു കമ്പോണന്റ് സ്പീക്കറാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു മോഡലാണ്. അതേപോലെ സെയിം ഒരു ക്രോസ് ഓവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ നല്ലൊരു വെയിറ്റ് ഉള്ള ഒരു ട്യൂട്ടർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇതാണ് അതിൻ്റെ മെയിൻ ഊഫർ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഒരു മോഡലാണ്. ഇത് ഏകദേശം ഒരു 110 RMS വരുന്ന ഒരു സ്പീക്കറാണ്. ഏകദേശം ഒരു 200-250 വാട്ട്സോളം TMBO വരുന്ന ഒരു മോഡൽ. ഓക്കെ, കാർബൺ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ നല്ലൊരു ഔട്ട്പുട്ട് ആട്ടോ. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ഓവറോൾ ഏകദേശം ഒരു 10K നിയറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സെയിം മോഡലിന്റെ തന്നെ കോആക്സിയൽ വരുന്നുണ്ട്. നമ്മളിതിപ്പോ കണ്ടത് കമ്പോണന്റാ, അതിന്റെ തന്നെ കോആക്സിയൽ സ്പീക്കർ ആണ് നമ്മളിതാ ഈ ഇരിക്കുന്നത്. ഓക്കെ, സെയിം മോഡൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ട്യൂട്ടർ വരുന്ന സെക്ഷൻ. സെയിം ഇതും നമ്മൾ ആ പറഞ്ഞ DD ആയിട്ടൊക്കെ ഏകദേശം നല്ല രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതൊരു ഹൈ റേഞ്ചിൽ കയറുന്ന ഒരു മോഡലാണ്. ഓക്കെ, നല്ല ഒരു ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കയറുന്നുണ്ട്. ജർമ്മൻ ഐറ്റം ആണ്, ഇമ്പോർട്ടഡ് സീരീസ് ആണ്, എല്ലാം പ്രീമിയം സെക്ഷൻ. ഇതിന്റെയൊക്കെ ഒരു ഇതെല്ലാം ബ്രാൻഡഡ് പ്രീമിയം മോഡൽസാണ്. നോർമൽ വരുന്ന ഐറ്റംസിന്റെ കണക്കല്ല. ഇപ്പൊ JBL ആയിട്ട് കമ്പയർ ചെയ്താലും നല്ല ഡിഫറൻസിൽ വരുന്നുണ്ട് ഈ ഒരു മോഡലിന്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ സെയിം കാർബൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോൾക്കോഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോൾക്കോഡിയോയുടെ ഇതാണ് പോൾക്കോഡിയോയുടെ കമ്പോണന്റ് വരുന്നത്. അതുപോലെ പങ്കോഡിയം വരുന്നുണ്ട്, അതും കാണിച്ചു തരാം. ഇത് സെയിം കമ്പോണന്റ് ഇപ്പൊ ഈ പറഞ്ഞ ബ്രാൻഡിന്റെ കണക്ക് തന്നെ കമ്പോണന്റ് സ്പീക്കർ ആണ് ഇത് വരുന്നത്. ഇത് ഏകദേശം ഒരു 12-15 രൂപ റേഞ്ചിനകത്ത് ഐറ്റത്തിന് വില വരുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഒരു മാനുവൽ കാര്യങ്ങളെല്ലാം വരും. ഇങ്ങനെയാണ് പാക്കിംഗ് ഒക്കെ വരുന്നത്. ഇത് പോൾക്കോഡിയോയുടെ തന്നെ ഏറ്റവും ബേസിക് കാറ്റഗറി ആട്ടോ. ബേസിക് എന്ന് പറയുമ്പം ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 12 രൂപ റേഞ്ചിനകത്ത് വരുന്ന ഒരു പക്ക ഫിനിഷിങ് വരുന്ന ഒരു മോഡലാണ്. ഇത് എൻ്റെ മിഡ് ഊഫറാണ്. ഇതിന് ക്രോസ് ഓവർ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ട്യൂട്ടർ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്രോസ് ഓവർ വരുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഇങ്ങനെയാണ് ക്രോസ് ഓവർ വരുന്നത്. ഓക്കെ, അതിൻ്റെ ട്യൂട്ടർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു 12 നിയറസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. 12,000 നിയറസ്റ്റ് വരുന്നുണ്ട്. രണ്ടും പ്രീമിയം ബ്രാൻഡ്സിനകത്ത് വരുന്ന മോഡൽസാ. ഇതിന്റെ തന്നെ കോആക്സിയൽ സ്പീക്കറും വരുന്നുണ്ട്. ഈ കണ്ടത് നമ്മൾ കമ്പോണന്റാ. സെയിം മോഡൽ കോആക്സിയലും വരുന്നുണ്ട്. കോആക്സിയൽ വരുമ്പോഴത്തേക്കും ട്യൂട്ടർ ഇംബിൾഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൊരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിന്റെ പോൾക്കിന്റെ തന്നെ അതിന്റെ തന്നെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം അതിനകത്ത്
ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ചെയ്തിട്ട് അതിന്റെ പുറമെ കവർ ചെയ്യാൻ പറ്റും. ഇത് അതിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ കോആക്സിയൽ സ്പീക്കർ വരുന്നത്. ഏകദേശം ഒരു 65 to 75 വാട്ട് RMS ഉണ്ടാവും. 240 വാട്ട്സ് PMBO വരുന്ന മോഡൽ. ഓക്കെ, 240 വാട്ട്സ് PMBO. ഓക്കെ, 300 വാട്ട്. ഈ ഒരു മോഡലിൽ 300, മറ്റേത് 250. ഓക്കെ, RMS വരുന്ന ഏകദേശം ഒരു 75 വാട്ട്സ് RMS ഉണ്ടാവും. ഇതാണ് പോൾക്കിന്റെ സ്പീക്കർ വരുന്നത്. ഓക്കെ, ഇതിനെല്ലാം 2 year വാറന്റി വരുന്നുണ്ട്. ആയിട്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കോആക്സിയലും കമ്പോണന്റിനെല്ലാം കാർബണിന്റെ ആണെങ്കിലും ഇതിനെല്ലാം 2 year വാറന്റി, ബേസിക് വാറന്റി വരുന്നുണ്ട്. 2 വർഷം വാറന്റി ഉണ്ട്. അതും റീപ്ലേസ്മെന്റ് വാറന്റി വരുന്നുണ്ട്. 1 year റീപ്ലേസ്മെന്റ്, 1 year സർവീസ് വാറന്റിയും കിട്ടുന്നുണ്ട്. എന്തെങ്കിലും സ്പോട്ട് ചെയ്ത് നമുക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. വർഷം നമ്മൾ സർവീസ് വാറന്റി കാര്യങ്ങളെല്ലാം കൊടുക്കും. സർവീസ് മീൻസ് ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ യൂസ് ചെയ്യുന്നതിന്റെ ബേസിലും പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷെ സർവീസ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ബ്രാൻഡിലല്ലേ, അപ്പൊ അതിന്റേതായ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അടുത്ത നമുക്ക് ഈ ഫോക്കലിന്റെ തന്നെ 3-way ടൈപ്പ് സ്പീക്കറാണിത്. നമ്മൾ നേരത്തെ എല്ലാം കണ്ടുകൊണ്ടിരുന്ന 2-way കമ്പോണന്റ് ആണ്. ഈ ബേസിക് ഈ ഒരു മോഡൽ വരുന്ന ഏകദേശം 3-way കമ്പോണന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 3-way ഫോക്കലിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ അതിന്റെ ഓഡിറ്റർ സീരീസ് ആണ്. ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഏകദേശം ഒരു 22 രൂപ റേഞ്ചിനകത്ത് ഈ ഒരു മോഡലിന് വില വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതേപോലെ നല്ലൊരു ഹെവി ഊഫറാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ഇതാണ് അതിന്റെ ട്യൂട്ടർ, അതായത് 3-way ട്യൂട്ടർ ഇൻക്ലൂഡിങ് അതിന്റെ ബക്കറ്റ്. കാര്യം നമ്മുടെ പില്ലറിനകത്ത് ജോയിൻ ചെയ്യാനുള്ളൊരു ബക്കറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് അതിന്റെ ക്രോസ് ഓവറാണ്. ഈ ഒരു ഐറ്റമാണ് അതിന്റെ ക്രോസ് ഓവർ വരുന്നത്. നല്ല വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ ഊഫർ വരുന്നത് ഈ ഒരു ഐറ്റം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. ഏകദേശം ഒരു 2 കിലോ ഇതിന് തന്നെ ഉണ്ടാവും. അത്രയ്ക്കുണ്ട് ഇതിന്റെ ഊഫറിന്റെ മാഗ്നറ്റ് കാര്യങ്ങൾ. ഇത് സ്പേസ് ഇട്ട് മാത്രമേ ഡോറിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നല്ല തള്ളില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഡോറിനകത്ത് ബീഡിങ്ങിനകത്തൊക്കെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ ഗ്രില്ല് നല്ലൊരു ഗ്രില്ല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതെ. ഇതിന്റെ അക്സസറീസുകളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ പിന്നീട് എല്ലാ ബോക്സിനകത്തും ഇതിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഐറ്റംസ്. ഓക്കെ, ഇതാണ് ഒരു 3-way ടൈപ്പ്. അതായത് ട്യൂട്ടർ തന്നെ ഡബിൾ വേയിൽ വരും, 2-way വരും. ഓക്കെ, ഈ ഒരു മോഡലിനകത്ത് വരും. ഇത് മിഡ് റേഞ്ച് സപ്പോർട്ട് ചെയ്യുന്നതും ഇതെന്റെ ട്യൂട്ടർ, അതായത് ഹൈ ഫ്രീക്വൻസി വരുന്ന മോഡൽസ് സൗണ്ടുകൾ ഇതിനകത്താണ് ക്യാച്ച് ചെയ്യുന്നത്. നല്ല വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പം ബാക്കിയുള്ള സ്പീക്കേഴ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു പോവാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാർബണിന്റെ കണക്ക് തന്നെ കോആക്സിയൽ സ്പീക്കർ, അതിന്റെ തന്നെ കോആക്സിയലും ഉണ്ട്. ഇതൊരു കമ്പോണന്റുമാണ്. ഓക്കെ, ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 220 വാട്ട്സ് PMBO, അതേപോലെ തന്നെ 65 വാട്ട് ഒരു RMS വരുന്ന സ്പീക്കറാണ്. ഓക്കെ, ഇതിന്റെ തന്നെ അടുത്തൊരു സെക്ഷൻ, ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5200 ആ റേഞ്ചിനകത്ത്, 4200 റേഞ്ചിനകത്തൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് അതിന്റെ കമ്പോണന്റ് സ്പീക്കറാണ്. സെയിം ഞാൻ പറഞ്ഞ കണക്ക് ക്രോസ് ഓവർ പ്ലസ് അതിന്റെ ഒരു ട്യൂട്ടർ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന മോഡലാണ്. ഇതെല്ലാം പ്രീമിയം ബ്രാൻഡിൽ ജർമ്മൻ ഐറ്റമാണ്. DS18 കാര്യങ്ങളെല്ലാം വരുന്ന ആ ഒരു മോഡൽസ്. ഓക്കെ, ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അറൗണ്ട് 13+ വരുന്നുണ്ട്. 13,000 റേഞ്ചിനകത്ത് വരുന്നുണ്ട്. അടുത്ത നമ്മൾ എല്ലാവരും കേൾക്കുന്ന JL Audioയുടെ കമ്പോണന്റ് സ്പീക്കറാണ്. ഇത് ഏകദേശം നല്ല കോസ്റ്റ്ലി വരുന്ന ഏകദേശം ഒരു 16 രൂപ റേഞ്ചിനകത്ത് വരുന്നുണ്ട്. C650 എന്ന് പറയുന്ന ഒരു മോഡല്, പ്രീമിയം മോഡലാണ്. അതിന് ഇതേപോലെ 1+1 വാറന്റിയാണ് JL Audio. ഇതിന്റെ തന്നെ സബ് ബ്രാൻഡായിട്ട് വരുന്ന ആൻഡ്രോയിഡ് വരുന്നുണ്ട്. നമ്മുടെ ഡ്രിവൺ എന്നും പറഞ്ഞ ബ്രാൻഡിനകത്ത് വരുന്നുണ്ട്. അത് ആൻഡ്രോയിഡിന്റെ സെക്ഷനിൽ കാണിച്ചു തരാം. ഫുള്ളായിട്ട് ഇത് പിരിച്ച് കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു
ഡിസൈൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. യെല്ലോ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നത്. കാര്യങ്ങളാണ് ഇതിൽ അതുപോലെ നല്ലൊരു ട്യൂട്ടർ ഇതിനകത്ത് വരുന്നത്. ജെയിലോഡിയുടെ തന്നെ ഒരു ജസ്റ്റ് സിമ്പിളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു മോഡൽ. ഓക്കെ, ഇതിന്റെ കമ്പോണന്റ് സ്പീക്കർ. ഇതിന്റെ തന്നെ കോആക്സിയലും വരുന്നുണ്ട്. സെയിം മോഡൽ ജെയിലോഡിയുടെ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും കമ്പോണന്റ് കോആക്സിയൽ സ്പീക്കർ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 സംതിങ് ഐറ്റത്തിന് വരുന്നുണ്ട്, റേറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇത് 16 സംതിങ് വരുന്നുണ്ട്. അതെ, ഇത് 16,000 വരുന്നുണ്ട്. അതില് പിന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഇതെന്ന് പറയുമ്പം എല്ലാവരും കണ്ടുവന്നിട്ടുള്ള ഒരു മോഡലാ. ESP കുറെ പ്രൊമോഷൻസ് ഇറങ്ങിയ ഒരു മോഡലാ. വലിയ കോസ്റ്റ്ലി മീൻസ് ബാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ഉണ്ട്, പക്ഷേ ഐറ്റത്തിന് കുറച്ചും കൂടെ ഒക്കെ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉള്ളൂ. നമ്മൾ ESP എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഡയറക്റ്റ് ആൻഡ്രോയിഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറെ കൊണ്ടുപോകുന്ന മോഡൽസ് ആണ് ഇത്. ഇതിനെ ജസ്റ്റ് കാണിച്ചു തരാം. ESP ഇതും ഇമ്പോർട്ടിംഗ് ടൈപ്പ് ആണ്. നല്ല മാനുവൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ലൊരു ഊഫറാണ് ഇതിനകത്തും വരുന്നത്. ഒരു നല്ല രീതിയിൽ പേപ്പർ ബൈൻഡിങ്ങിനകത്താണ് വരുന്നത് കേട്ടോ. സാധാ ഊഫറിൻ്റെ ആണെങ്കിൽ അല്ലാതെ പ്ലാസ്റ്റിക് ബൈൻഡിങ് അല്ല. അതേപോലെ തന്നെ ഇതിനകത്ത് ക്രോസ് ഓവർ ഇല്ല. അതിന് പകരം അതിനകത്തൊരു കണ്ട, ഇത് എൻ്റെ ട്യൂട്ടറാണ്. അതിന് ക്രോസ് ഓവറിന് പകരം അതിനകത്തൊരു കപ്പാസിറ്റർ സാധനം വരുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഓഫർ ESP എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് അതിന്റെ സ്പീക്കർ വരുന്നത്. അതേപോലെ എല്ലാം ഓരോന്നായിട്ട് തുറന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയം എടുക്കും. അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഹെലിക്സിന്റെ ബ്രാൻഡ് വരുന്നുണ്ട്. സെയിം മോഡൽ തന്നെ, ഇതേപോലെ തന്നെ കോആക്സിയൽ ഇതേപോലെ വരുന്നുണ്ട്. ഇത് ഹെലിക്സിന്റെ 2-way കമ്പോണന്റ് 2-way കോആക്സിയൽ സ്പീക്കറാണ്. ഓക്കെ, പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 to 6 നിയറസ്റ്റ് വരുന്നുണ്ട് ഈ പറഞ്ഞ കമ്പോണന്റ് സ്പീക്കറിന്. MRP വരുമ്പോഴത്തേക്ക് ഏകദേശം ESP വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 രൂപ 11 രൂപ റേഞ്ചിനകത്തേ വരത്തുള്ളൂ. ഇത് 9 രൂപ 80 MRP ഉണ്ടാവും. 7 രൂപ റേഞ്ചിനകത്തേക്ക് വരത്തുള്ളൂ, റേറ്റ് വരത്തുള്ളൂ. അതിന്റെ തന്നെ കമ്പോണന്റ് സ്പീക്കറാണ് ഈ ഒരു മോഡൽ. ഓക്കെ, ഇത് നല്ല രീതിയിൽ ഫ്രീക്വൻസി റെസ്പോൺസ് തരുന്നത്, അതായത് വോക്കലും കൂടെ വരുന്ന മോഡലാണ്. ഇതൊരു ബുള്ളറ്റ് ടൈപ്പാണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തുറക്കാം. കാണിച്ചു തരാം. ഇതിന് ട്യൂട്ടർ കാര്യങ്ങളെല്ലാം ബാഡ്ജിങ് കാര്യങ്ങളാണ് വരുന്നത്. ഇതാണ് വരുന്നത്, ഷേപ്പാണ് വരുന്നത്. ഹെലിക്സ് എന്ന് ബാഡ്ജിങ്ങും എല്ലാം ഉണ്ടാവും. അതേപോലെ ഓക്കെ, ഇങ്ങനെയാണ് സ്പീക്കർ വരുന്നത്. ഇതൊരു കമ്പോണന്റ് സ്പീക്കറാണ്. ഇതിന്റെ തന്നെ കോആക്സിയല ഞാൻ ഈ പറഞ്ഞ കാണിച്ചു തന്ന മോഡൽ. ഓക്കെ, ഇതിന്റെ ഒരു പ്രൈസ് എത്രയാണ്? ഇത് ഏകദേശം ഒരു 16-18 രൂപ റേഞ്ചിനകത്ത് പോകുന്നുണ്ട്. സെയിം മോഡൽ തന്നെ, ആ ഒരു ബഡ്ജറ്റിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കണക്ക് സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഓണം സ്പെഷ്യൽ ഓഫർ സ്കീം എല്ലാം ചെറിയൊരു പ്രൈസ് നിങ്ങൾക്ക് കുറവ് അല്ല, ഞാൻ ഇതിപ്പോ MRP പറഞ്ഞ അതിൽ നിന്നും നല്ല രീതിയിൽ താഴെ പോകും. ഏകദേശം ഒരു അറൗണ്ട് മെയിൻ ആയിട്ട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുമ്പോൾ മാറിപ്പോരുത്. ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന MRP ആണ്, പിന്നെ നമ്മൾ അതിന്റെ സെല്ലിംഗ് പ്രൈസ് പറയുന്നതായിരിക്കും. അതെ, ഇത് ഏകദേശം ഒരു 19 MRP ഉണ്ട് ഏറ്റവും. ഇത് ഏകദേശം ഒരു 16-15 ആ റേഞ്ചിനകത്ത് ഇതിന്റെ കമ്പോണന്റ് സ്പീക്കർ വരുന്നത്. പിന്നെ ഈ അടുത്ത സെക്ഷൻസ് എന്ന് പറയുമ്പം ഇതിന്റെ തന്നെ സാധാ ഇപ്പൊ മോറലിന്റെ സ്പീക്കർ വരുന്നുണ്ട്. സെയിം മോഡല് മോറലിന്റെ കോആക്സിയൽ സ്പീക്കറാണിത്. പാക്കിങ് ഇത് കോആക്സിയൽ സ്പീക്കറിന് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 22 രൂപ. 22,000 അല്ല, 22,990 ആണ്. 23,000 രൂപ MRP ആണ്. കോആക്സിയൽ സ്പീക്കറിന്റെ വിലയാണ്. ഇത് നല്ല പ്രത്യേകതയുള്ള ഒരു മോഡലാണ്. ഇപ്പൊ ലിമിറ്റഡ് എഡിഷൻസ് ഈ ഒരു സെക്ഷൻ കിട്ടാനില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനം. ഇത് ഡ്യുവൽ കോയിലാണ് ശരിക്കും പറഞ്ഞത്. അതായത് അതെ, ഡ്യുവൽ കോയിലാണ്. സീരിയൽ കണക്ഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ തന്നെ നല്ലൊരു ഹെവി മാഗ്നറ്റാണ് വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. അത് ബോക്സ് എടുത്തപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു മിഡ് റേഞ്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാധനം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. അതായത് നല്ല ഒരു വോക്കല് കാര്യങ്ങളെല്ലാം ഈ ഒരു സ്പീക്കറിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് ഒരു പക്ക ബ്രാൻഡ് മോറൽ എന്നൊക്കെ പറയുന്ന പോലെ
അതിന്റെ തന്നെ ഒരു ഹെവി സെക്ഷനിലോട്ട് പോകുന്ന രീതിയിൽ കോആക്സിയൽ സ്പീക്കറിന്റെ റേറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഒരു പ്രൈസ് വരുന്നുണ്ട്, MRP വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽസ് എല്ലാം ഇതെല്ലാം 2 ഇയർ വാറന്റിയിൽ വരുന്ന ഒരു മോഡൽ. ഏകദേശം ഒരു ഇതിന്റെ RMS മാത്രം ഏകദേശം 125 വാട്ട്. കോആക്സിയൽ സ്പീക്കറിന്റെ റേഞ്ചിൽ 125 വാട്ട് RMS വരുന്നുണ്ട്. ഓക്കെ. പിന്നെ കമ്പോണന്റ് സ്പീക്കർ ഈ പറഞ്ഞ കണക്ക് സാധാ ബ്രാൻഡിന്റെ ഉണ്ട്, ഇല്ലെന്നല്ല, എല്ലാ ബ്രാൻഡും വരുന്നുണ്ട്. നമുക്കിപ്പം ഗീസോണിക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നേരത്തെ പരിചയപ്പെട്ട പവർ ബാസ്, അതും ഇന്റർനാഷണൽ മോഡൽ കാര്യങ്ങളൊക്കെ എല്ലാം എലൈറ്റ് ഇന്റർനാഷണൽ മോഡൽസാണ് വരുന്നത്. പിന്നെ പഴയ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള കുറെ മോഡൽസ് ഇവിടെ ഉണ്ട്. അതിനകത്ത് കുറെ ബഡ്ജറ്റ് സ്പീക്കേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ബഡ്ജറ്റ് മീൻസ് ഇഷ്ടംപോലെ ഇപ്പം ഇൻഫിനിറ്റി, സോണി, പൈനിയർ അങ്ങനെയുള്ള മോഡൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ ബ്രാൻഡഡ് തന്നെ ഏറ്റവും കുറഞ്ഞ മോഡൽസും ഉണ്ട്, ഹൈപ്പ് നല്ല രീതിയിൽ ഹൈ വേരിയന്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സാധാ ബ്രാൻഡ്സുകൾ ഇപ്പോ ഗീസോണിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രാൻഡ്സുകളില്ലേ, അപ്പൊ അതും കാര്യങ്ങളെല്ലാം അതെ. അപ്പൊ ആ മോഡൽസിനകത്തും ഇതേപോലെ റേറ്റ് കുറഞ്ഞ കമ്പോണൻസ് കോആക്സിയൽ എല്ലാം വരുന്നുണ്ട്. സ്പീക്കേഴ്സിൽ തന്നെ ഇഷ്ടംപോലെ ഓഫറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ഇൻഫിനിറ്റിയിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന മോഡൽ എന്ന് പറയുമ്പോൾ ഏകദേശം 4200 രൂപയ്ക്ക് കമ്പോണന്റ് സ്പീക്കർ വരുന്നുണ്ട്. കമ്പോണന്റ് സ്പീക്കർ 4200 രൂപയ്ക്ക് വരുന്നുണ്ട്. കോആക്സിയൽ സ്പീക്കർ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2200 റേഞ്ചിനകത്ത് ആൽഫ എഡിഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആൽഫ എഡിഷൻസ് വരുന്നത്. ഇപ്പോൾ ഇത് 4 ഇഞ്ചിന്റെ സ്പീക്കറാ. ഇൻഫിനിറ്റി ആൽഫയുടെ തന്നെ 4 ഇഞ്ച് റേറ്റ് വരും. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ മുതലേ 4 ഇഞ്ച് അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് 6.5 ഇഞ്ചിന്റെ നമ്മുടെ ഡോർ സ്പീക്കർ വരുന്നത് ആൽഫ എഡിഷൻസ്. ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് കണക്ക് ഉള്ള സ്റ്റീരിയോസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽസാണ്. ഇപ്പോൾ നോർമലി നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ എല്ലാവരെയും പഴയ എഡിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു മോഡലൊക്കെ അറിയാം. 5290 എന്ന് പറയുന്ന പൈനിയറിന്റെ ആപ്പിൾ കപ്ലേ സപ്പോർട്ട് ആവുന്ന മോഡലാ. ഇത് പഴയ ഡബിൾ ഡിൻ സ്റ്റീരിയോയാ. അതിന്റെ തന്നെ പുതിയ വേർഷൻ, അതായത് ആപ്പിൾ കാപ്ലേയും ബ്ലൂടൂത്തും എല്ലാം ഉള്ള ഒരു മോഡലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പല വീഡിയോസിനകത്തും കണ്ടിട്ടുണ്ട്. എല്ലാവരും പറയും ഓഡിയോ ക്വാളിറ്റിക്ക് ഇതിന്റെ ബാക്കിലോട്ട് ഉള്ള മാതിരി ഉള്ള ഐറ്റംസേ ഉള്ളൂ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഒരു ആൻഡ്രോയിഡ് വിത്ത് പാർഷ്യലി ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഒരു പുതിയ മോഡൽസ് എല്ലാം വെച്ചിട്ട് അതിന്റെ ബാക്കിലോട്ടുള്ള അതായത് ഒരു കമ്പോണൻസ് കാര്യങ്ങളെല്ലാം നല്ല ഹെവി ആയിട്ട് വരുന്നത്. അപ്പൊ അതിനകത്തൊക്കെ പിടിച്ച് ലോഡ് ചെയ്യാനാണെങ്കിൽ ഡയറക്ട്ലി ലോഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്പീക്കേഴ്സ് ആയി ഇൻഫിനിറ്റി ആൽഫ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു ബേസ് കാറ്റഗറി സ്പീക്കേഴ്സ് എന്ന് പറയാനുള്ളൂ. നല്ല ഭയങ്കര ഹെവി സൗണ്ടോ കാര്യങ്ങളോ അങ്ങനൊന്നും പറയുന്നില്ല. ബ്രാൻഡ് ബേസിൽ ഏറ്റവും ബേസ് കാറ്റഗറി എന്ന ബെറ്റർ ക്വാളിറ്റി. ഓക്കെ, ഇതാണ് ആ ഒരു മോഡൽസ്. പിന്നെ അതിൽ തന്നെ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ക്ലാറ്റിയും കാര്യങ്ങളും വരുന്ന ഇപ്പൊ ഡ്രിവന്റെ ബ്രാൻഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡീട്രക്ക്, ആക്സസ്, ഹമാൻ, ഗീസോണിക്ക് അങ്ങനെയുള്ള കുറെ ബ്രാൻഡ്സുകൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോസ് കാണണമെങ്കിൽ റീൽസ് പോലെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിന്റെയും കിടപ്പുണ്ട്. ഒരു വീഡിയോയില് കാണിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ടൈമിന്റെ ഒരു കാരണം കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഇവരുടെ ഇൻസ്റ്റാ പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ എല്ലാ ഐറ്റംസിന്റെ ഒരു റീൽസ് പോലെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ അടുത്തായിട്ട് എന്താ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ 4 ചാനൽ ആംപ്ലിഫയേഴ്സ്, അതായത് സോണിയുടെ മാത്രമല്ല നമ്മുടെ എല്ലാ ബ്രാൻഡും വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സ്പീക്കേഴ്സ് ആണെങ്കിലും എല്ലാ ഐറ്റംസും നമുക്ക് ഏത് ബ്രാൻഡിനകത്ത് വേണമെങ്കിലും തരാൻ പറ്റും. ഓക്കെ, അതിൽ ഇപ്പൊ 4 ചാനൽ ആംപ് ഈ ഒരു ഐറ്റം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏറ്റവും കൂടുതൽ ബസ് യൂസേഴ്സ്, അതായത് ടൂറിസ്റ്റ് ബസ് യൂസ് ചെയ്യുന്നവരെല്ലാം കൊണ്ടുപോകുന്ന ഒരു മോഡലാണ് സോണി എക്സ്പ്ലോഡിന്റെ 1000 സീരീസിൽ പെട്ട ഒരു 4 ചാനൽ ആംപ്ലിഫയർ. അതേപോലെ തന്നെ DDയുടെ 4 ചാനൽ ആംപ്ലിഫയർ വരുന്നുണ്ട്, ഹൈപ്പർസോണിക് വരുന്നുണ്ട്. ഇത് ഹൈപ്പർസോണിക്കിന്റെ തന്നെ ഒരു 2 ചാനൽ ആംപ്ലിഫയർ, സെയിം മോഡൽ. അതേപോലെ തന്നെ സെയിം സാധനം ക്ലാസ് ഡി ആംപ്ലിഫയറിനകത്തും വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു 4 ചാനൽ മിനിയേച്ചർ വേർഷനാണ്. അതായത് ഏകദേശം ഒരു ക്ലാസ് ഡി എന്ന് പറയുമ്പോൾ മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത്. ഏകദേശം ഒരു 120 വാട്ട് RMS 4 ചാനലിനകത്ത് നിന്ന് ഔട്ട്പുട്ട് വരും. അതും 4 ohmsനകത്ത് വരുന്നുണ്ട്. ഏറ്റവും ബേസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധനം ക്ലാസ് ഡി എന്ന് പറയുന്ന ഐറ്റത്തിന് വലിപ്പം ഇത്രേ ഉണ്ടാവുള്ളൂ. ഒതുങ്ങി നല്ല കോമ്പാക്ട് ആയിരിക്കും. ഇതിന്റെ കമ്പോണൻസ് ആ രീതിയിലാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധനം തീരെ ചെറുതായിരിക്കും. നമ്മുടെ കൈവെള്ളക്കകത്തിരിക്കുന്ന കണക്ക് ഇത്രേ ഉള്ളൂ ഈ സാധനം. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ് ഡി തന്നെ 2 ചാനൽ വെർഷൻ ആണ് ഇൻഫിനിറ്റിക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിലവിൽ എല്ലാവരും എൻ്റെ മാർക്കറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു മോഡലാണ്. ഈ ഒരു സാധനം ഇപ്പൊ കിട്ടാനില്ല. നോട്ട് ഫോർ ഓൺലൈൻ സെയിൽ സീലും അതുമാത്രമല്ല ഇതിന് വില കൂടിയതുകൊണ്ടും ആ ഒരു ഡീലേഴ്സിന്റെ ഈ സാധനം സ്റ്റോക്ക് കിടക്കൂല. ഇത് നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. കാര്യം ഇതിന്റെ ക്വാളിറ്റി നമുക്കറിയാവുന്നുണ്ട്, ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 ചാനൽ ആംപ്ലിഫയർ ആണ്. ഇഷ്ടംപോലെ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ റൂട്ട്
വണ്ടിയിലും ഈ ഒരു സാധനമാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിൽ നിന്നാണ് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു 2 ചാനൽ ഇതേപോലെ ക്ലാസ് ഡി ടൈപ്പ് ആണ്, മിനിയേച്ചർ വേർഷനാണ്. അത് സാധനം ഒരു ചെറിയൊരു ആംപ്ലിഫയർ ആണ്. ഇത് 2 ചാനൽ, അത് 4 ചാനലോ, അതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ഇത്രേ ഉള്ളൂ സാധനം. പക്ഷേ ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് മാത്രമല്ല, ഇതിന് കൊടുക്കുന്ന വയറിംഗ് കിറ്റും സെപ്പറേറ്റാ. നമ്മൾ സാധാ 8 kg ഇത്രയും ചെറുതായതുകൊണ്ട് 8 kg വയറിംഗ് കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവുമെന്ന് വിചാരിക്കും. പക്ഷെ അതുകൊണ്ട് നടക്കത്തില്ല. ഇതിന് 4 kg കിറ്റ് തന്നെ യൂസ് ചെയ്യണം. ക്ലാസ് ഡി ടൈപ്പ് ആണ്. നല്ല രീതിയിൽ പവർ വലിക്കും, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് തരുകയും ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം പറ്റും. ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെന്റ്, LPF, HF, അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി എല്ലാം അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരും. ട്യൂണിങ് എല്ലാം പ്രോപ്പർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇതിനകത്ത് കാണിക്കും. ഓക്കെ, ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും ഇപ്പൊ MRP ചേഞ്ച് ആയിരിക്കുന്നത് ഏകദേശം ഒരു 12,000 റേറ്റിലോട്ടാണ് പോയേക്കുന്നത് 2 ചാനലിന്റെ ഈ ഒരു ഐറ്റത്തിന്. ഇതിന്റെ തന്നെ ആൽഫ എഡിഷൻസ് വരുന്നുണ്ട്. ഇൻഫിനിറ്റിയുടെ തന്നെ ആൽഫ വേറെ മോഡലാ. ഇത് പ്രൈമസ് എന്ന് പറയുന്ന മോഡൽ. ആൽഫ എഡിഷന് ഏകദേശം ഒരു 8 രൂപ 7 രൂപ റേഞ്ചിനകത്തൊക്കെ പോകും. ഇത് നമുക്കിപ്പോ DP വരുന്ന ഏകദേശം 8,400 റേഞ്ചിനകത്താണ് വരുന്നത്. ഓക്കെ, പിന്നെ അത് ഏകദേശം ഒരു 12,300 റേഞ്ചിനകത്ത് പോകും. അത് ക്ലാസ് ഡി തന്നെ. അല്ല, സെല്ലിംഗ് പ്രൈസ് ആണ് പറഞ്ഞത്. അതെ അതെ, അത് ഏകദേശം ഒരു 16 രൂപ ഐറ്റത്തിനുണ്ട്. സാധാ മോഡൽസ് അതിനകത്ത് അവൈലബിൾ ആണ്. ഹൈപ്പർസോണിക്കിന്റെ തന്നെ ഏറ്റവും ബേസ് കാറ്റഗറി നമുക്ക് വരുന്നുണ്ട്. അതിന് ഇത്ര റേറ്റോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. ഓക്കെ, ഇത് അതതിന്റെ ബേസ് കാറ്റഗറി. ഇപ്പൊ 2 ചാനൽ പറഞ്ഞില്ലേ, അതിന്റെ തന്നെ ഒരു ബേസ് കാറ്റഗറിയാണ് വരുന്നത്. അതിന്റെ തന്നെ കുറച്ചും കൂടെ വാട്ട്സ് കൂടിയ മോഡലുണ്ട്. മോണിസ്റ്റർ സീരീസ് എന്ന് പറഞ്ഞ് ഒരു ഐറ്റം ഉണ്ട്. അതെ, ഇത് ഹൈപ്പർസോണിക്കിന്റെ ഏകദേശം ഒരു 60 above RMS വൺ സൈഡ് വരുന്ന ഒരു മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5,600 റേഞ്ചിൽ വരും. ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം 4,200 റേഞ്ചിനകത്ത് വരും. അതാണ് ആ ഒരു സെക്ഷൻ. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ അത് ബസ്സുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് കൊടുക്കുന്ന ഒരു മോഡലാണ്. കാണിച്ചു തരാം. ഇത് സെയിം മോഡൽ DDയുടെ 4 ചാനൽ ആംപ്ലിഫയർ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സാധാ മോണോ ബ്ലോക്ക് ആണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇത് അതിൻ്റെ തന്നെ 4 ചാനൽ ആംപ്ലിഫയർ. പവർ ബൈസിൽ ഏകദേശം 80 വാട്ട് RMS ഈ ഒരു ഐറ്റത്തിന് ഉണ്ടാവും. ഓക്കെ, റെഡ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ഇതാണ് ഒരു 4 ചാനൽ ആംപ്ലിഫയർ. ഏകദേശം 800 വാട്ടാണ് പറയുന്നത്. 1200 വാട്ടാണ് പറയുന്നത്. 80 വാട്ട് RMS ഉണ്ടാവും വൺ സൈഡ് ചാനലിനകത്തുനിന്ന്. ഇതതിൻ്റെ ട്യൂണിങ് സെക്ഷൻസ് കാര്യങ്ങൾ പ്രീ ഔട്ടും വരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രീ ഔട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാണ് ഒരു 2 ചാനൽ 4 ചാനൽ പറഞ്ഞത്. പിന്നെ ഇത് ബ്രാസോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. സെയിം, ഇതെല്ലാം ഇമ്പോർട്ടിങ് ടൈപ്പ് ആണ്. അതേപോലെ തന്നെ പങ്കോഡിയോ വരുന്നുണ്ട്. 4 ചാനലിനകത്ത് തന്നെ ഒരു പ്രീമിയം സെക്ഷൻ ടൈപ്പ് ഐറ്റം. അതിന്റെ ബാഡ്ജിങ് കാര്യങ്ങൾ, വാറണ്ടി കാർഡൊക്കെ ആണ് ഈ ഒരു മോഡൽ. നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ട് സാധനത്തിന്. സിൽവർ അല്ലേ? സിൽവർ എഡിഷൻ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒരു കയ്യിലാണ് പിടിച്ചത്. പക്ഷേ ഇത് 110 വാട്ട് സിംഗിൾ സൈഡ് ചാനൽ ഔട്ടിനകത്ത് വരുന്നുണ്ട്. വാട്ട്സ് കൂടുതലാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ബസ്സിലേക്കൊക്കെ കൊടുക്കുന്നവർക്ക് ഇത് 650യുടെ പൈനിയറിന്റെ ഓവൽ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ലോഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതാകുമ്പം കട്ട് ഓഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ആ രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം. ഇത് കാർ ഓഡിയോയിൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു മോഡൽസൊക്കെ കാർ ഓഡിയോയ്ക്കകത്ത് കമ്പോണന്റ് കോആക്സിലൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കയറും. ഓക്കെ, ഈ ഒരു 4 ചാനലിനകത്ത് നിന്ന് നമുക്ക് 4 സ്പീക്കേഴ്സ്, അതായത് കമ്പോണന്റ് സ്പീക്കർ ഒരു കോആക്സിലും ലോഡ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഒരു സബ് വൂഫർ വേണമെങ്കിൽ അതും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ ബ്രാസോടെ തന്നെ ഏകദേശം ഒരു 90 വാട്ട് RMS വരുന്ന ഒരു 4 ചാനൽ ആംപ്ലിഫയറാണ്. ഇതും ഇതേപോലെ തന്നെ ഹൈ സ്പീക്കേഴ്സ് ഏരിയൻ്റെ ഒക്കെ കൊടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസാണ്. ഇത് നമ്മൾ പറഞ്ഞില്ലേ 4 ചാനലിൽ തന്നെ 70 വാട്ടേ ഉള്ളൂ ഈ ഒരു സോണിയുടെ ആംപ്ലിഫയർ. അതിൽ നിന്നും കുറച്ചും കൂടെ ഒക്കെ വാട്ട്സിൽ ബേസിൽ വ്യത്യാസം വരാനും അതേപോലെ തന്നെ പെർഫോമൻസ് വ്യത്യാസം വരാനുമാണ് നമ്മൾ ഇതേപോലുള്ള ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഇത് 90 വാട്ട്സ് വരുന്നുണ്ട്. ഇത് ഏകദേശം 110 വാട്ട് വരുന്ന മോഡൽസാണ്. അപ്പം പങ്കോഡിയോ. ഓക്കെ, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് റേറ്റിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10,400 റേഞ്ചിൽ വരുന്നുണ്ട്. ഈ ബ്രാസോടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 രൂപ റേഞ്ചിനകത്ത് വരുന്നുണ്ട്. സോണി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 8 രൂപ റേഞ്ചിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് മോക്കോടെ തന്നെ
ഒരു മോണോബ്ലോക്ക് ആംപ്ലിഫയർ. നമ്മൾ നേരത്തെ ഹമ്മാൻ, ഹൈപ്പർസോണിക് അങ്ങനെയുള്ള മോഡൽസ് എല്ലാം കണ്ടിട്ടുണ്ട്, ജീവ കണ്ടിട്ടുണ്ട്. അതിന്റെ തന്നെ വേറെ ബ്രാൻഡ് 1500 വാട്ട് RMS വരുന്ന RMS ആണ്. 1 ohms ഏകദേശം 1500 വാട്ട്സ് RMS, 4 ohms വരുമ്പോൾ 600 വാട്ട് RMS തരും. അങ്ങനെ വരുന്ന ഒരു മോക്കോയുടെ മോണോബ്ലോക്ക് ആംപ്ലിഫയർ. ഇതിന് ഏകദേശം ഒരു 2 വർഷം വാറന്റി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ MRP വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 16,000 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. നമുക്ക് DP ഒക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 13-12 ആ റേഞ്ചിനകത്ത് നിൽക്കും. ഓക്കെ, ഇതാണ് ആംബിന്റെ മോഡലിനകത്ത്. ഇത് മോണോബ്ലോക്ക് ഹൈപ്പ് വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് മോഡൽ. പിന്നെ അടുത്തായിട്ടെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആൻഡ്രോയിഡ് സെക്ഷൻസ്. അപ്പം ആൻഡ്രോയിഡിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സിംഗിൾ ഡിൻ സീരീസ് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പം സിംഗിൾ ഡിന്നിൽ തന്നെ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് കുറെ ആക്സസ് അങ്ങനെയുള്ള ബ്രാൻഡുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്രോസ് ലിങ്ക് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടം വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് ചോദിച്ചാണ് സിംഗിൾ ഡിൻ. ഇത് ക്രോസ് ലിങ്ക് വീൽസിന്റെ ഒരു സിംഗിൾ ഡിൻ സീരീസ്. അതേപോലെ തന്നെ ഇത് JBLന്റെ സെലിബ്രേറ്റി 150 എന്ന് പറയുന്ന ഒരു സീരീസാണ്. ഇതൊരു നല്ല ഒരു 4 ചാനൽ ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഐറ്റമാണ്. ഏകദേശം ഒരു 55 വാട്ട്സ് RMS കാര്യങ്ങൾ, സ്പീക്കേഴ്സ് ഔട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നല്ലൊരു ക്ലാരിറ്റിയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോഡലും കൂടെ. അതെ. അപ്പം അത് കൂടാതെ പിന്നെ ഉള്ള ബ്രാൻഡിനകത്ത് വരുന്നത് നമുക്ക് ബ്ലോപ്പങ്കിന്റെ 2 ചാനൽ ഔട്ടും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. ഇത് ഒരു ഫാസ്റ്റ് ചാർജർ കാര്യങ്ങളൊക്കെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പൈനിയറിന്റെ മോഡൽ വരുന്നുണ്ട്. 219 BT എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. ഇതില് പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഇപ്പൊ പൈനിയർ വരുമ്പോൾ 4,900 റേഞ്ചിനകത്തൊക്കെ വരുന്നുണ്ട്. ബ്ലോപ്പങ്കറ്റ് വരുമ്പോൾ 3 സംതിങ് വരുന്നുണ്ട്. JBL വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5,200 സംതിങ് വരുന്നുണ്ട്. അതൊക്കെ ഒരു ബ്രാൻഡ് കാറ്റഗറി വരുമ്പോൾ ഏറ്റവും ബേസ് നമുക്ക് ഏകദേശം ഒരു 1,200 തൊട്ട് സ്റ്റാർട്ടിങ്, 850 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ബേസിക് മോഡൽസ് ആൽഫൈൻ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡുകളുണ്ട്. അതല്ലാതുള്ള മോഡൽസ് എന്ന് പറയുമ്പോൾ ഡീട്രക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ ക്രോസ് ലിങ്ക് വീൽസ് അങ്ങനെയുള്ള മോഡൽ. അപ്പൊ അതൊക്കെ ഒരു പ്രൈസ് കാറ്റഗറി ഏകദേശം എത്ര വരും? അതൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 1,600 ആ റേഞ്ചിനകത്തൊക്കെ വരത്തുള്ളൂ. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ബ്ലൂസൺ എന്ന് പറയുന്ന സ്പീക്കേഴ്സിന്റെ തന്നെ വേറെ ബ്രാൻഡിനകത്ത് 2.5 ലൗഡ് സ്പീക്കർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്പീക്കേഴ്സിനകത്ത് RGB ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടത് സെയിം 2.5 തന്നെ സ്പീക്കർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ആപ്പ് കൺട്രോൾ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഇതേപോലെയാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതിന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്റെ ഇൻസ്റ്റാ പേജിനകത്ത് കിടപ്പുണ്ട്. വർക്കിംഗ് വീഡിയോ കിടപ്പുണ്ട്. കാണാൻ താല്പര്യമുള്ളവര്. നേരത്തെ ഇൻസ്റ്റാ പേജിന്റെ കാര്യം പറഞ്ഞത് കാരണം അതിനകത്ത് കുറെ വീഡിയോസ് നിങ്ങൾക്ക്. ഇതാണ് സാധാ മോഡൽ വരുന്നത്. ഇതിന്റെ തന്നെ ഒരു നോർമൽ മോഡലാണ് വരുന്നത്, അതായത് RGB ഇല്ലാത്ത നോർമൽ മോഡൽ. ഇതിന്റെ പ്രൈസ് കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4,200 റേഞ്ചിനകത്ത് ഈ ഒരു ഹൈപ്പർസോണിക് വരുന്നുണ്ട്. ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 സംതിങ് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ വെയിറ്റും റിഫ്ലക്റ്റിംഗ് ഊഫറാണ് സാധനം വരുന്നത്. ഇതിനകത്ത് തന്നെ ഊഫറും കാര്യങ്ങളും വരുന്നുണ്ട്, അതായത് റിഫ്ലക്റ്റിംഗ് ഊഫർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ത്രൂ RGB ലൈറ്റ് നമുക്ക് ഐഫോണിനകത്ത് യൂസ് ചെയ്യാം അല്ലേ? അതെ, എല്ലാത്തിനകത്ത് ഫോണിനെല്ലാം ആപ്ലിക്കബിളാ. ഓക്കെ, പിന്നെ ഈ കാണുന്ന എല്ലാ LED DVR ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡ് വരുന്ന ഒരു DVR ആണ് കേട്ടോ, ആക്സസിന്റെ. ഇതിന്റെ തന്നെ ബ്ലോക്ക് ഡാഷ് ക്യാം. അപ്പോൾ അതിന്റെ തന്നെ ബ്ലോക്ക് ബസ്റ്ററിന്റെയും അങ്ങനെയുള്ള പൈനിയന്റെയും എല്ലാം ബ്ലോപ്പങ്കറ്റിന്റെയും ബ്രാൻഡ് വരുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് DVR ആണെങ്കിൽ ഏകദേശം ഒരു 5,200 തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഫ്രണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ 3 സംതിങ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതില് തന്നെ നമ്മള് ബ്രാൻഡിൽ ഈ ഒരു ബാർ ആരും കണ്ടിട്ടുണ്ടാവില്ല. മോക്കോടെ ഒരു ബ്രാൻഡാ. നല്ല വെയിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഈ 21 ബാർ LED എന്നാ പറയുന്നത്. ഈ ഒരു സാധനത്തിനകത്ത് 21 ബാർ വരുന്നുണ്ട്. നമ്മൾ ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു സാധനം ഭയങ്കര വെറുത്തായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഡേ ലൈറ്റ് ഇതിനകത്ത് ഡബിൾ വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് മേലത്തെ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് വൈറ്റും വരും, അതേപോലെ തന്നെ ഓറഞ്ചും അതിനകത്ത് കത്തുന്ന ടൈപ്പാണ്. അതെ. പിന്നെ കുറെ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ ആൻഡ്രോയിഡുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ബ്രാൻഡഡ് ഐറ്റംസ്, അതായത് മോട്ടോ നീഡ്സിന്റെയും അതേപോലെ തന്നെ ക്രോസ് ലിങ്ക് വീൽസിന്റെയും ഒക്കെ. ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ച ഒരു ഐറ്റമാണ് ഓങ്കിയോടെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ. അപ്പൊ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നോക്കിയെ കുറിച്ചിട്ട് അറിയാവുന്നവർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാൻ ചാൻസ് ഉണ്ട്. കാരണം നോക്കിയ ഇടയ്ക്ക് ഒരു സ്മാർട്ട് TV ഒക്കെ ഇറക്കിയ ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ ഇവരുടെ സ്പീക്കേഴ്സ് ആണ് ആ ഒരു TVക്കകത്ത് യൂസ് ചെയ്തിരുന്നത്. ആ ഒരു ടൈമിലാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ബ്രാൻഡിനെ ശ്രദ്ധിക്കുന്നത്. അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഓഡിയോ പ്രോഡക്ട്സ് ഒക്കെ
അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. 2 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷൻ നമുക്ക് അക്ഷയുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അക്ഷയ് ഇതിന്റെ ഒരു ഇത് ഇപ്പോൾ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു മോഡൽ ആപ്പിൾ കാപ്ലിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 12 ബാൻഡ് ഈക്വലൈസർ കാര്യങ്ങളെല്ലാം സപ്പോർട്ടഡ് ആണ്. ഓഡിയോ ക്വാളിറ്റി നോക്കി വരുന്നവർക്ക് ഇത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അതായത് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഡയറക്റ്റ്ലി ആൻഡ്രോയിഡിനകത്ത് സ്പീക്കേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അതായത് വാട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്ട്രാ ആംപ്ലിഫയർ ഘടിപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സാധനം വർത്ത് ആവത്തുള്ളൂ. അതേപോലെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡയറക്റ്റ് ഒക്കെ കൊടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം. ഏകദേശം ഒരു 50-55 വാട്ട്സ് ഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ 180p ആണ് അതിന്റെ റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. ആപ്പിൾ കാപ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആണ് സാധനം. ഒരു കാരണവശാലും ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതലാണ്. ഏകദേശം ഒരു 19 രൂപ റേഞ്ചിൽ ഈ ഒരു ഐറ്റത്തിന് വരും. പ്രീമിയം ക്വാളിറ്റിയാ. അതേപോലെ റേറ്റ് വരുന്നുണ്ട്. കൂടുതലായിട്ട് ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഇതൊന്ന് സജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു കാറ്റഗറി തന്നെ പ്രീമിയം മോഡലിനകത്ത് വരുന്ന ഒരു ഐറ്റം തന്നെ ക്രോസ് ലിങ്ക് വീൽസിന്റെ ഇത് ആപ്പിൾ കാപ്ലേ മോഡൽ വരുന്നുണ്ട്. ഇതതിന്റെ ബേസ് കാറ്റഗറിയാ. ഏകദേശം ഒരു 12 രൂപ 10 രൂപ റേഞ്ചിനകത്ത് ആൻഡ്രോയിഡിന് വിലയുള്ളൂ. ആൻഡ്രോയിഡുകൾ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത് 500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ്, വെറും ലോക്കൽ എന്നും പറഞ്ഞ് ചെയ്യുന്നില്ല. ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 720p ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് IPS പാനലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 1 ഇയർ വാറന്റി. അതെ, ഇതിന് നെക്സ്റ്റ് വേരിയന്റ് എന്ന് പറയുമ്പോൾ ഓഡിയോ ഏറ്റവും ബെറ്റർ ആയിട്ട് ബസ്സുകാർക്ക് ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലുണ്ട്. ഇതെന്ന് പറയുന്നത് ഹൈപ്പർസോണിക്കിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 2 വോൾട്സ് അതിന്റെ പ്രീ ഔട്ടും കാര്യങ്ങളും വരുന്ന ഒരു മോഡലാണ്. DSP ഇൻബിൽഡ് ആയിട്ട് DSP ഒക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അതായത് DSP ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ ആൻഡ്രോയിഡിനെക്കാട്ടും അതായത് പ്രീ ഔട്ട് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡയറക്റ്റ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ കപ്ലറാണ് എല്ലാത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഹൈപ്പർസോണിക്കിന്റെ ഒരു ആൻഡ്രോയിഡിനകത്ത് ഇത് 9 ഇഞ്ചാ വരുന്നത്. ഇത് ഏകദേശം ഒരു 16-17 റേഞ്ചിനകത്ത് വരുന്നുള്ളൂ സാധനം. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഐറ്റം ഉണ്ട്. അതായത് ഓഡിയോ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ബസ് യൂസ് ചെയ്യാൻ വേണ്ടി, ട്രാവലർ കണക്കുള്ള വണ്ടികൾക്കകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം പ്രൊമോട്ട് ചെയ്യുന്നത്. അതും DVR ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒന്നും അല്ല, നോർമൽ ആൻഡ്രോയിഡ് തന്നെ, പക്ഷെ ഓഡിയോ ക്വാളിറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള മോഡലാണ്. പിന്നെ അതേപോലെ തന്നെ ഹൈപ്പർസോണിക്കിന്റെ തന്നെ റിമോട്ട് കൺട്രോൾ ഉള്ള ഒരു മോഡലാണ് ഇത്. ഒരുപാട് പേർക്ക് റിമോട്ടും കൂടെ വേണം എന്നുള്ളൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ അതിന് ഈ ഒരു ഐറ്റം അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്ന ഐറ്റം ആണ്. റിമോട്ട് കൺട്രോൾ വരുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്പെസിഫിക്കേഷൻസ് അവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസിക്കും വരുന്നുണ്ട്. നോർമലി ഇതിപ്പോ 360 സപ്പോർട്ട് ചെയ്യുന്ന സെയിം സാധനം വരുന്നുണ്ട്. 360 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 360 സപ്പോർട്ട് ചെയ്യുന്ന ഹൈപ്പർസോണിക്കിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്കും ഉണ്ട്. അതേപോലെ തന്നെ 360 സപ്പോർട്ട് ആവുന്ന മോഡലാണ്. പിന്നെ ഇത് ഡ്രിവൺ എന്ന് പറയുന്ന നമ്മുടെ നേരത്തെ കണ്ട JLODയുടെ സബ് ബ്രാൻഡാണ്. മനസ്സിലായി. ഇത് ആപ്പിൾ കാപ്ലിംഗ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ആവുന്ന ഒരു പ്രീമിയം കാറ്റഗറി സാധനമാണ്. 13 റേഞ്ചിനകത്താണ് റേറ്റ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ള സാധനങ്ങളാണ്. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അതെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മോഡൽ ഈ ഒരു ആൻഡ്രോയിഡ് ഈ ഒരു നോബ് വരുന്നത് മനസ്സിലായി. ഡയമണ്ട്, അതെ, ഏറ്റവും കൂടുതൽ വരുന്ന ഡയമണ്ട് 2K എന്ന് പറയുന്ന ഒരു മോഡലാണ് വരുന്നത്. അതിന്റെ തന്നെ ഗീസ്റ്റോൺ, അതായത് മോഡ്രൈവിന്റെ ബ്രാൻഡിനകത്ത് വരുന്ന ഒരു മോഡൽ കാണിച്ചു തരാം. ജസ്റ്റ് നോക്കൂ. ഇതിലിപ്പോ വരുന്നതെന്ന് പറയാൻ 10.3 വേർഷൻ, അതായത് സ്ക്രീനിന്റെ സൈസ് വരുന്നത് 10.3 ആണ് വരുന്നത്. അതേപോലെ തന്നെ മറ്റേതിനകത്തെല്ലാം വരുന്ന ഏകദേശം ഒരു 11.3 വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റിൽ കുറവാണ്. ഏകദേശം ഒരു 11 രൂപ ബഡ്ജറ്റിലേ ഉള്ളൂ. സ്പെസിഫിക്കേഷൻ വൈസ് ഒക്കെ നല്ല രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. QLED ഡിസ്പ്ലേ ആണ്, 2K ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ നോബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് വരുമ്പോഴത്തേക്കും ഫാൻ, അത് ജെനുവിൻ ഫാനാണ് കേട്ടോ. അതെ, സാധാ എല്ലാത്തിനകത്തും നോർമൽ ഒരു ജസ്റ്റ് പടം മാത്രമേ ഉള്ളൂ. ഇത് പക്ഷെ ജെനുവിൻ ആയിട്ടുവാ. കൂളിംഗ് ഫാനും കാര്യങ്ങളെല്ലാം കൂളിങ്ങിന് വേണ്ടിയിട്ട്, ഓവർ ഹീറ്റ് വരുന്ന ടൈമിൽ ആ ഒരു ഹീറ്റ് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 2K എന്ന് പറയുന്ന മോഡൽ ഈ ഒരു ടൈപ്പാണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് മോട്ടോ നീഡ്സിന്റെ ബ്രാൻഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മോട്ടോ നീഡ്സ് വരുമ്പോഴത്തേക്കും ഏകദേശം അതിന്റെ റെസൊല്യൂഷൻ കാര്യങ്ങളും ഫുൾ HD ഗോറില്ല ഗ്ലാസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
പിന്നെ വേറെ കുറെ ബ്രാൻഡുകൾ ഉണ്ടല്ലോ ഇവിടെ തന്നെ നമ്മുടെ അതേപോലെ തന്നെ. പിന്നെ 360 സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ ആക്സസിന്റെ ബ്രാൻഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ നോർമലും വരുന്നുണ്ട്, ഹൈ വേരിയന്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഈ കണ്ട ഈ ഗീസ്റ്റോണിന്റെ ബ്രാൻഡിനകത്ത് വരുന്ന ഒരു മോഡൽ മോഡ്രൈവ്. പിന്നെ ഹൊസാനയുടെ QLED വരുന്ന മോഡൽ, കുറച്ചുകൂടെ പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക്. അതെ അതെ അതെ, ഇത് പക്ഷെ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും അല്ലാണ്ട്. ഇതിന്റെ തന്നെ അടുത്ത മോഡൽ വരുന്നത് ആപ്പിൾ കാപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ. ഇത് എന്റെ ബേസ് കാറ്റഗറിയാണ്. ഇത് ഏകദേശം ഒരു 6 രൂപ റേഞ്ചിന് താഴെ വരത്തുള്ളൂ ഐറ്റത്തിന്റെ റേറ്റ് വരുമ്പോൾ. അതേപോലെ പല മോഡൽസും നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏകദേശം ഒരു 5200 തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, ആൻഡ്രോയിഡ് മാത്രം. അതെ അതെ, നമ്മള് ബേസ് എന്ന് പറഞ്ഞാലും ബ്രാൻഡ് സാധനങ്ങളെ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വെറും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ പറയുന്നില്ല, കാര്യം അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല. അതാണ് നമ്മൾ ആദ്യമേ തൊട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിവിടെ ബേസ് കാറ്റഗറി എന്ന് പറഞ്ഞാലും അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള, അത് ഇവർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് പറയുന്നത്. അതിനും കുറഞ്ഞ ഐറ്റംസ് കിട്ടും. അപ്പോ അടുത്തായിട്ട് നമുക്ക് ഇനി എന്തൊക്കെയാ, കുറെ ആക്സസറീസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാറിന് വേണ്ടിയിട്ടുള്ള കുറെ ആക്സസറീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പെർഫ്യൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മെയിൻലി എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രോമൈറ്റം ഹോൺ വരുന്നത്. അതായത് ഹെല്ല ഹോൺ, നമ്മുടെ ക്രോംലെറ്റ് എന്ന് പറയും. പിന്നെ മെയിൻലി നമുക്ക് വരുന്ന ഈ പറഞ്ഞ വാട്ട്സ് കൂടിയ ടൈപ്പ് LED കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തന്നതുപോലെ തന്നെ കുറെ പെർഫ്യൂം ഐറ്റംസും അതേപോലെ തന്നെ കുറെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പം വേറൊരു ഐറ്റം ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, മോക്കോടെ തന്നെ. ഇതെന്താണ്, ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നത്? ഇത് നമ്മള് സാധാരണ എല്ലാവരും ഡാമ്പിംഗ് ഷീറ്റ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ നോർമൽ ഡാമ്പിംഗ് ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് അത് കൂടാതെ നമ്മൾ 3 ലെയർ ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നോർമലി എല്ലാ വണ്ടികളിനകത്തും ഡോർ അക്വസ്റ്റിക് ചെയ്യുന്നത് ഏകദേശം ഡബിൾ ലെയർ ആണ് ചെയ്യുന്നത്. 3 ഫേസ് ചെയ്യുന്ന വണ്ടികളിൽ നമ്മൾ അതായത് ഫ്ലാപ്പിന്റെ ബാക്ക് സൈഡിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട്, അതായത് അക്വസ്റ്റിക് ഫോം എന്ന് പറയും, ഡാമ്പിംഗ് ഫോം ഷീറ്റ് എന്ന് പറയും ഈ ഒരു ഐറ്റത്തിന്. ഓക്കെ, ഇങ്ങനെയാണ് ഷീറ്റ് വരുന്നത്. ഈ ഷീറ്റ് നമുക്ക് എക്കോ മാറും. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് ആണ്. സൗണ്ട് പറയുന്നത് നമുക്ക് പിന്നീട് എക്കോ ആ ഒരു ഫീല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഡോർ ഫ്ലാപ്പിൽ കയറുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഫ്ലാപ്പിൽ പിന്നെ ഈ പറഞ്ഞ വൈബ്രേഷൻസ്, എന്തെങ്കിലും ചെറിയ നോയ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളി അത് മാറിക്കിട്ടും. ഇതിന്റെ തന്നെ വേറെ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ഫ്ലാപ്പിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഡോർ പാഡും ഡോറിന്റെ ഏറ്റവും ബേസ് ആ ഒരു ഫേസും അതിന്റെ ഫ്രണ്ടിലത്തെ ഫേസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഗിവേയുടെ കാര്യം പറഞ്ഞില്ലേ വീഡിയോയുടെ ഇൻട്രോയുടെ ടൈമില്. അപ്പൊ ആ ഗിവേയുടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളൊരു കമന്റ് ഇടുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, മാക്സ് കെയർ ഓഡിയോസിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ഈ ഗിവേയുടെ ഒരു വീഡിയോ അതിനകത്ത് ഇടുന്നുണ്ട്. അത് നിങ്ങളൊരു 5 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്തുകൊണ്ടൊന്ന് ഷെയർ ചെയ്യുക ആ ഒരു വീഡിയോ. അപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ എടുത്തിട്ട് അക്ഷയുടെ ഒരു ഫോൺ നമ്പർ നമ്മളിവിടെ കൊടുത്തേക്കും, മാക്സ് കെയർ ഓഡിയോസിന്റെ ഒരു ഫോൺ നമ്പർ. അപ്പോൾ അതിനകത്തോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം എത്രത്തോളം വരുന്നോ നമ്മൾ അതിൽ നിന്ന് എല്ലാം കൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമുക്ക് ആ ഒരു DDയുടെ സബ് പറഞ്ഞ ഒരു സബ് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത കുറെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ, ഇപ്പം നിലവിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്കുള്ള ഗിവ് അവേ ആണ്. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടെ അധികമായിട്ട് ചെയ്യാനുള്ള പ്രതീക്ഷ ഉണ്ട്. അത് നമുക്ക് അക്ഷയടുത്ത് അടുത്ത വീഡിയോസിൽ സംസാരിക്കാം. അപ്പൊ അക്ഷയ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മൾ ബാക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഒരു കാറിനകത്ത് യൂസ് ചെയ്യേണ്ട മെയിൻ ഒരു ഘടകമാണ്. നമ്മൾ ഓഡിയോ സിസ്റ്റം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണക്ക് പ്രീമിയം മോഡൽസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലുള്ള ഡാമ്പിംഗ് ഷീറ്റുകൾ നമ്മൾ ഡോറിലും അതിന്റെ സെക്കൻഡ് ലെയർ ആയിട്ട് എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതൊരു നാക്കാമച്ചിയുടെ ഒരു ഷീറ്റാണ്. ഇതാണ് ഒരു ഡാമ്പിംഗ് ഷീറ്റിന്റെ ഒരു ഫുൾ ഫേസ് വരുന്നത്. ഈ ഒരു ഷീറ്റിനെയാണ് നമ്മൾ ആ ഒരു ഡോറിനകത്ത് ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കുന്നത്. അത് റാപ്പ് ചെയ്തെടുക്കും. റാപ്പ് ചെയ്യുക മീൻസ് റോൾ ചെയ്ത് സാധനം ഫിക്സ് ചെയ്ത് എടുക്കും. അപ്പം ഈ ഒരു ഷീറ്റിന് മേളിൽ പല റേറ്റ് ഉണ്ട്. അതായത് ബേസിക് കാറ്റഗറി ഏകദേശം ഒരു 620 രൂപ റേഞ്ചിനകത്തൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഡാമ്പിംഗ് ഷീറ്റിൽ തന്നെ ഒരു ഷീറ്റിന്റെ റേറ്റാണ് പറയുന്നത്. അപ്പം അത് ഒരു 10 ഷീറ്റൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപ റേഞ്ചിനകത്ത് ഇൻക്ലൂഡിങ് ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും ബ്രാൻഡഡ് ഐറ്റത്തിനകത്ത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഷീറ്റ് നമ്മൾ സെക്കൻഡ് ലെയർ വരെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2.5 ഷീറ്റോളം ഒരു ഡോറിനകത്ത് നമ്മൾ കവർ ചെയ്യും ഒരു വണ്ടിക്കകത്ത്. അപ്പം ആ ഒരു കാരണത്ത് അതിന്റെ തേർഡ് ഫേസ് ആണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മെറ്റീരിയൽ, അതായത് അക്വസ്റ്റിക് ഫോം വരുന്നത്. ഇത് ബേസിക് ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് ലെയർ കൊണ്ട് എല്ലാവരും തൃപ്തികരമാണ്. അത് മാക്സിമം നമ്മൾ ഫില്ല് ചെയ്ത്
വിടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് ഈ പറഞ്ഞ ഡോറിനെ ഒന്ന് സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ ആ ഒരു തിക്നെസ് ഒക്കെ കൂടി നമ്മൾ ഡോർ വലിച്ച് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ഡാമ്പിങ് ചെയ്തതിന്റെ ഗുണം നമ്മൾ ആ ഡോർ ഒന്ന് പിടിച്ച് വലിച്ച് അടയ്ക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പൊ ആ ഒരു അത്രയും ബിൽഡ് ക്വാളിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുക ഇതിനകത്തുനിന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഫോം വെച്ചിട്ട് നമ്മുടെ എക്സ്ട്രാ വൈബ്രേഷൻസ് വരുന്നത്, നോയിസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതും പിന്നെ ഈ പുറത്തുനിന്നുള്ള നോയിസ് കാര്യങ്ങൾ ഫുള്ളി ഇതിന്റെ ആ ഒരു സെക്കൻഡ് ലെയർ കഴിഞ്ഞിട്ട് വരത്തില്ല. മനസ്സിലായി? അതായത് ഗ്ലാസ് വിട്ടേരെ നമ്മൾ ഈ ഡോർ ഫ്ലാപ്പ് ആണ് പറയുന്നത്, ആ ഫ്ലാപ്പിന്റെ അപ്പുറത്തോട്ട് ഇതിനെ കടത്തി വിടത്തില്ല. ആ രീതിയിൽ ഈ ഒരു ഫോം നമുക്ക് അത്രയും കവറിങ് തരും. അതായത് ആ ഒരു സൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും അവിടെ. അപ്പം അതാണ് ഈ ഒരു തേർഡ് ലെയർ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ മെറ്റീരിയൽ, ഇത് നമ്മൾ ബോണറ്റ് ഡാമ്പിങ് എന്ന് പറയും. ഇത് ഒരു ബോണറ്റ് ഡാമ്പിങ്ങിന്റെ ഒരു ഷീറ്റാണ്, ഒരൊറ്റ ഷീറ്റാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൈസ് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ഒരു ഫോമിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം 4400 രൂപ ഐറ്റത്തിന് ഒരു പീസിന്റെ മേളിൽ വരും. ഈ ഒരു ഫോം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കാറിനകത്ത് ഒറ്റ പീസ് മതി, ഒരു ഡോറിനകത്ത് ഒരൊറ്റ പീസ് മതിയാവും. ഓക്കെ, അതിന്റെ കോസ്റ്റ് അത്രയും പോത്തില്ല, ഏകദേശം ഒരു 3 അറൗണ്ട് നിൽക്കും ഒരു പീസിന്റെ മേളിൽ. ഞാൻ MRP പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഏകദേശം ഒരു 3 റേഞ്ചിനകത്ത് നിൽക്കും. ഓക്കെ, പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ബോണറ്റ് ഡാമ്പിങ് വരും. അതായത് വണ്ടിയുടെ ബോണറ്റിന്റെ ഫേസിങ് വരുന്ന അകത്തെ ഫേസിനകത്ത് ഫുള്ളി കവർ ചെയ്ത് ഇത് മെറ്റീരിയൽ, ഇത് അലൂമിനിയം ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇത് ഹീറ്റിനെ റെസിസ്റ്റന്റ് ചെയ്യും. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ഫോം വരുന്നുണ്ട്. ഈ ഒരു ഫോം വെച്ചിട്ട് നമ്മൾ നല്ല സ്റ്റിക്കാണ് സാധനം, ഗമ്മാണ്. ഇത് റോൾ ചെയ്ത് അഡീഷണൽ ആഡ് ചെയ്ത് എടുക്കുകയോ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനും ആ ബോഡി ക്വാളിറ്റിയും അതേപോലെ തന്നെ നോയ്സ്, എഞ്ചിൻ നോയ്സ് മെയിൻലി മേളിലോട്ട് കയറി വരാതിരിക്കാനുമാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. എഞ്ചിൻ നോയ്സ് ഒരു പരിമിതി വരെ ഇത് അതിനെ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കണക്ക് ഹീറ്റിങ് കാര്യങ്ങളും അക്വസ്റ്റിക്കാണ് ശരിക്കും പറഞ്ഞത്. മനസ്സിലായി? ഇങ്ങനെയാണ് ഈ ഒരു 3 മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 250 റേഞ്ച് വരുന്നുണ്ട്. 2500 റേഞ്ചിനകത്ത് വരുന്നുണ്ട്. 250 അല്ല, 2500. ഓക്കെ, 2.5K അതെ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു 3 ലെയർ വരുന്ന ഒരു ഡാമ്പിങ് സിസ്റ്റം മൊത്തത്തിലുള്ള നമ്മളിപ്പം. അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നിങ്ങളൊന്ന് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ആ ഒരു ഗിവ് അവേ കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് നമ്മളിവിടെ അക്ഷയ തന്നെ നമ്മളിവിടെ എല്ലാവരും കൂടെ ഇരുന്ന് അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, Instagram ID ഫോളോ ചെയ്യുക, അതിനുശേഷം ഷെയർ ചെയ്യുക സ്ക്രീൻഷോട്ട് അക്ഷയായിട്ട്. ഓക്കെ, നമ്മൾ ഇതിന്റെ വിന്നറിനെ നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറ്റുവാണെങ്കിൽ, ഇപ്പം പുള്ളിക്ക് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആളിനെ കാണിക്കുന്നതായിരിക്കും. എന്നാലും അല്ലെങ്കിൽ നമ്മൾ ആളിനെ ഇവിടെ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ പോർഷൻ അതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞൊരു ഗിവവേയുടെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, നമ്മളത് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സബൂഫർ അല്ലായിരുന്നു പക്ഷേ അതൊരു 15 ഇഞ്ചിന്റെ ഒരു സബൂഫർ ആയിരുന്നു. ഒരു കുണ്ട്ര സൈഡിൽ നിന്നുള്ളതാന്ന് തോന്നുന്നു. അതെനിക്കൊന്ന് കുറെ നാളായല്ലേ? കുറെ നാളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് വലുതായിട്ട് പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാൻ പോയിട്ടില്ല. അതെ, അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് ചെയ്യാൻ നിന്നില്ല. പുള്ളി ഒരു അധ്യാപകൻ ആയിരുന്നു, ടീച്ചറാ. അപ്പം പുള്ളി ഒന്ന് ഇതേപോലെ പർച്ചേസ് നടത്തി അന്ന് വീഡിയോ കണ്ട് ചോദിച്ചിട്ടാ റേറ്റ് ബേസിലും വർക്കിന്റെ ഒരു ഫുൾ സിസ്റ്റം, ഓഡിയോ സിസ്റ്റം പറഞ്ഞിട്ടായിരുന്നു. ഓഫർ പാക്കേജിൽ പുള്ളിക്കാരെ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട് മാത്രമുള്ള വ്യൂവേഴ്സിന് വേണ്ടിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഗിവ് ആണ്. അപ്പം ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പങ്കെടുക്കാം. അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും സാധനം മേടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതിൽ ഉള്ളൂ. അപ്പൊ അടുത്തൊരു കിഡിലെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. അക്ഷയ ഒരു ബൈ പറഞ്ഞേ. ഓക്കെ, ബൈ.